64ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. 2ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത ഒരു താരം. അപ്പോൾ ആലോചിച്ച് നോക്കി, അത്ര കിടിലൻ താരമാണ്. ആ താരത്തിനിപ്പോൾ 80 വയസ്സായിരിക്കുകയാണ്. രാധമ്മ എന്നാണ് പേര്. അപ്പോൾ നമുക്ക് രാധമ്മ എന്ന ആ പഴയ കലാകാരിയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. 14ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കാണാനെത്തിയ ഒരു അതിഥിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. വെറും അതിഥിയല്ല, ഒരു സ്പെഷ്യൽ അതിഥി. അതായത് രണ്ടാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത ഒരു കലാകാരി അല്ലേ? ഏതിനായിരുന്നു പങ്കെടുത്തത് അമ്മ? ആദ്യം പേര് പറഞ്ഞാട്ടെ. പേര് രാധ. പിന്നെ അന്ന് തിരൂര് ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു മത്സരം. കാരണം ഡിസ്ട്രിക്റ്റാണ്, അല്ലാണ്ട് സ്റ്റേറ്റല്ല. സ്റ്റേറ്റിനെ പറ്റിയൊന്നും ഞങ്ങൾക്ക് അറിയും കൂടി ഇല്ല അന്നൊന്നും. അപ്പോൾ രാമനാട്ടുകര ഹൈസ്കൂളിൽ നിന്നാണ് ഞാൻ വന്നത്. 8ാം ക്ലാസ്. അപ്പം അന്ന് സ്റ്റേറ്റ് അല്ല, ജില്ലാ കലോത്സവമായിരുന്നു. സ്റ്റേറ്റ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അന്നൊന്നും. ഞങ്ങൾക്കൊന്നാമത് സെക്കൻഡൊക്കെ കിട്ടിയിട്ടുള്ളൂ അവിടുന്ന്. മലയാള പദ്യപാരായണം, ഗ്രൂപ്പ് ഡാൻസ്, ഈ 2എണ്ണത്തിലാണ് ഞാൻ പങ്കെടുത്തത്. ഗ്രൂപ്പ് ഡാൻസിന് സെക്കൻഡ് ഉണ്ടായിരുന്നു. മലയാള പദ്യത്തിനൊന്നും കിട്ടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ പുസ്തകത്തിലുള്ള പദ്യം ചെല്ലുക എന്നല്ലാതെ ഒരു കാവ്യാത്മകതയോ അങ്ങനെയൊന്നും ഇല്ല. കവിതാലാപനം എന്നൊന്നും അല്ല പറയുക. പദ്യ മത്സരം, പാട്ട് മത്സരം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതിൽ 2ലും പങ്കെടുത്തിരുന്നു. പിന്നെ എല്ലാ വർഷവും 10ാം ക്ലാസ് വരെ എല്ലാ വർഷവും ഗ്രൂപ്പ് ഡാൻസ് അത് ഇതെന്നൊക്കെ ഒരു ടീച്ചർ വന്ന് പഠിപ്പിക്കും. അതിൽ ഡാൻസ് ഐറ്റത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ. പിന്നെ നൃത്തം പഠിച്ചിട്ടില്ല, അല്ലാതെ തന്നെ സ്വതവേ എനിക്കൊരു എന്താ പറയുക, നൃത്തത്തിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ഭയങ്കര ഏത് സമയം ഇങ്ങനെ ഡാൻസ് ചെയ്തും കൊണ്ടൊക്കെ നിൽക്കണ ഇതായിരുന്നു. അപ്പോൾ ചെറിയച്ഛന്മാരൊക്കെ ചീത്ത പറയും, നിൻ്റെ കയ്യും കാലും ഒന്ന് അടക്കി വെക്കുക കുറച്ച് നേരം എന്നൊക്കെ പറയാറുണ്ട്. ഏത് സമയം ഡാൻസ് ചെയ്തും കൊണ്ട് നടക്കണ ഒരു പരിപാടിയായിരുന്നു. താളബോധമൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ആയിട്ട്. അപ്പോൾ ഏതായാലും എനിക്കന്ന് പഠിക്കണമെന്നുണ്ടായിരുന്നു. സാമ്പത്തികമില്ല, സാഹചര്യമില്ല, രണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, എൻ്റെ മക്കളെ ഞാൻ നന്നായിട്ട്, ഇവൾ ഡാൻസ് ടീച്ചറാണ്, രണ്ടാമത്തവൾ BA മ്യൂസിക്കാണ്. എല്ലാ കലകളും ഉണ്ട് 2ആൾക്കും. അപ്പം എനിക്ക് പറ്റാത്തതൊക്കെ ഞാൻ മക്കളിൽ കൂടെ സാധിച്ചതാണ്. അന്നത്തെ കലോത്സവവും ഇന്നത്തെ കലോത്സവം വല്ല വ്യത്യാസം എന്താ അമ്മയ്ക്ക് തോന്നിയിട്ടുള്ളത്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന് ആകെ 10 ഐറ്റോ 12 ഐറ്റമൊക്കെ ഉള്ളൂ. ഇതൊന്നുമില്ല. കഥകളിയില്ല, ഒപ്പനയില്ല, തിരുവാതിരയില്ല, സംഘനൃത്തം, അങ്ങനെ ഒന്നുമില്ല. എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ്, പദ്യം പാട്ട് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടാവാറുള്ളൂ. അതിലൊക്കെ പങ്കെടുക്കാൻ കുട്ടികൾ കുറവായിരിക്കും അന്നൊക്കെ. കാരണം സ്കൂളിൽ 5ാം ക്ലാസ്സിലെത്തിയാൽ പെൺകുട്ടികൾ പഠിപ്പ് നിർത്തും പൊതുവെ. 10ാം ക്ലാസ് വരെ പഠിക്കുന്നവർ വളരെ ദുർലഭം. എൻ്റെ ക്ലാസ്സിൽ 12 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ പെൺകുട്ടികൾ 10ൽ. അപ്പോൾ 2 ഡിവിഷൻ പോലും ഇല്ലേ. 18 ആൺകുട്ടികളും 12 പെൺകുട്ടികളും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നത്തെ കാലത്ത് അതാണ്. സാമ്പത്തികം പൊതുവെ മോശമാണ് എല്ലാവർക്കും. അതിൻ്റേതായിട്ടുള്ള ദോഷം ഉണ്ടായിരുന്നുണ്ടാവും. ഇപ്പോൾ പിന്നെ എനിക്ക് കുട്ടികളായപ്പോൾ അത്യാവശ്യം പഠിപ്പിക്കാനുള്ളതൊക്കെ ഉണ്ടായി. അപ്പോൾ 2ആളെയും ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചു, അവർക്ക് വേണ്ട വിധം. അവളോട് ഇരിങ്ങാലക്കുട നടപ്പ് വന്നത് അപ്പോൾ ഭരതനാട്യം കാണാൻ വേണ്ടി വന്നതാണോ, അല്ലെങ്കിൽ മൊത്തം അല്ല 5 ദിവസം ഉണ്ടാവുമോ? ഇല്ല, ഇനി നല്ലൊന്നും വന്നില്ല. ഇവള് ഡാൻസ് ടീച്ചറല്ലേ, ഇവൾക്ക് വേണ്ടി ഇവളുടെ കൂടെ വന്നതാണ് ഞാൻ. അപ്പോൾ ഓർമ്മകളൊക്കെ ഒന്ന് അയവർത്തു. അതെ, അതന്നെ അയവർത്തു. വളരെ സന്തോഷത്തിലാണ് രാധമ്മയുള്ളത്. വീണ്ടും കലോത്സവ വേദിയിൽ എത്താൻ കഴിഞ്ഞതിൻ്റെ, സദസ്സിലിരുന്ന് കലോത്സവം കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് രാധമ്മ. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്.